ഷറഫായ ശൗവാല് നാലിന് വെള്ളിയിൽ ശ്രുതിയുള്ള നേരം ളുഹായിൽ പിരിഞ്ഞോവർ അരശർ നബിയിൽ തൂഡർ ചാതമമാക്കി 63 വയസ്സിൽ മറഞ്ഞോവർ വേർപാടിന്നേരത്ത് കാപ്പിൽ അണഞ്ഞോവർ കാര്യം എന്നുസ്താദ് കാഫോർ പറഞ്ഞോവർ. ഇന്ന് ശവ്വാല് 3, നാളെ ശവ്വാല് 4-നാണ് ഖുതുബുൽ ആലം ഷെയ്ഖുന മുഹമ്മദ് അബൂബക്കർ മടവൂരി ഖദ്ദസുല്ലാഹു സിർറുഹുൽ അസീസ് ഷെയ്ഖുനായുടെ ആണ്ടിൻ്റെ ദിവസം. നമ്മുടെ മലബാറിൽ അനേകം മശായിഖന്മാരുണ്ട്, അത്യുന്നതരായ ഔലിയാക്കളുണ്ട്. അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം അള്ളാഹു അവൻ്റെ ഖലീഫയായി ഇന്നി ജായിറും ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ എൻ്റെ പ്രതിനിധിയായി ഞാൻ ആദമിനെ നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹ് വ്യക്തമാക്കി അള്ളാഹിൻ്റെ ഖലീഫയായി നിശ്ചയിച്ച ആദ്യത്തെ നബി ആദം നബി അലൈഹിസ്സലാം അവർ നടന്ന മണ്ണാണ് നമ്മുടെ മലബാർ. നമ്മളീ പല ആളുകളും കൊയിലാണ്ടി, വടകര കൊയിലാണ്ടി പാറപ്പള്ളിയിൽ പോയിട്ടുണ്ടാവും. പാറപ്പള്ളിയിൽ അവിടെ വളരെ പ്രസിദ്ധമാണ് ആദം നബി അലൈഹിസ്സലാം അവരുടെ കാല് പതിഞ്ഞ ആ പാറ. ആ അസർ മുബാറക്ക് അവിടെ ഉണ്ട്. നമ്മുടെ ഫതുഹുൽ മുഈനിൽ കാണാം ആദം നബി അലൈഹിസ്സലാം ഹജ്ജ മാഷിയൻ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലൂടെ സഞ്ചരിച്ച് 40 തവണ ഹജ്ജ് കർമ്മം ചെയ്തിട്ടുണ്ട്. അപ്പം ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാൽപാദം തന്നെ പതിഞ്ഞ മണ്ണാണ് നമ്മുടെ മലബാർ. എത്ര വലിയൊരു ഭാഗ്യമാണത്. അള്ളാഹ് ആദ്യം നിശ്ചയിച്ച അവൻ്റെ പ്രത്യേകമായ ഖലീഫയായി വന്ന, പ്രതിനിധിയായി വന്ന ആ ഉന്നതരായ നബി തന്നെ നമ്മുടെ നാട്ടിൽ കാലുകുത്തി എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ തുടങ്ങി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരുപാട് ഉന്നതന്മാരായ മഹാന്മാർ കാലുകുത്തിയ നാട്. അതിൽ വിദേശത്ത് നിന്ന് വന്നവർ ധാരാളമുണ്ട്. ഇപ്പോൾ നമ്മുടെ മമ്പുറം കുത്തുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറമി, ബഹുമാനപ്പെട്ടവർ യമനിലെ ഹദർമൗത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തിയതാണ്. ഒക്കെ നമ്മുടെ നാടിൻ്റെ ഭാഗ്യമാണ്. കുറ്റിച്ചിറ ജിഫ്രി തങ്ങൾ അവർ വിദേശത്തു നിന്ന് വന്നവരാണ്. കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ ബോംബെയിലെ കല്യാണിൽ നിന്നാണ് നമ്മുടെ മലബാറിൽ എത്തിച്ചേർന്നത്. വെളിയങ്കോട് സൂറത്ത് തങ്ങൾ അവർ ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് ഈ നാട്ടിലേക്ക് വന്നവരാണ്. ഇങ്ങനെ വിദേശത്ത് നിന്ന്, അത് ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തുമായി പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തിപ്പെട്ട ഒരുപാട് മശായിഖന്മാരുണ്ട്. അതേസമയം നമ്മുടെ നാട്ടിൽ തന്നെ ജന്മം കൊണ്ട അത്യുന്നതരായ മഹാന്മാരുണ്ട്. ഒരുപാട് മശായിഖന്മാർ ആ ഗണത്തിൽ നമുക്ക് കാണാനാവും. അവരിൽ പ്രത്യേകം ഒരുപാട് മനാക്കിബ് കൊണ്ട്, ഷറഫ് കൊണ്ട് ഏറെ ഔന്നിത്യമുള്ളവരാണ് ഖുതുബുൽ ആലം ഷെയ്ഖുന മുഹമ്മദ് അബൂബക്കർ മടവൂരി ഖദ്ദസുല്ലാഹു സിർറുഹുൽ അസീസ്. അവരുടെ ചരിത്രങ്ങൾ നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണ് അള്ളാഹ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം അതായിരുന്നു ബഹുമാനപ്പെട്ടവർ റഈസു സാഹിദീൻ ഖുതുബുൽ ആലം ഷെയ്ഖുന മടവൂരി ഖദ്ദസുല്ലാഹു സിർറുഹുൽ അസീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും, അവിടുത്തെ മനാക്കിബുകളും, അവിടുന്ന് നമുക്ക് നൽകിയ വലിയ വലിയ നിർദ്ദേശങ്ങളും, അവിടുന്ന് അവിടത്തെക്കുറിച്ച് പറഞ്ഞ അത്യുന്നതമായ കലാമുകൾ, ഇതെല്ലാം ഇൻഷാ അല്ലാഹ് ഈ ശവ്വാലിൽ നമുക്ക് ഘട്ടം ഘട്ടമായി ആ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം, സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിദായത്തിൻ്റെ ഭാഗമാണ് മശായിഖന്മാരോടുള്ള ബന്ധവും, അവരെക്കുറിച്ച് അറിയലും, അവരെ കേൾക്കലും, അവരെ അനുസ്മരിക്കലും, അവരെ പൂർണ്ണമായി വിശ്വസിക്കുക എന്നതും. അതുകൊണ്ട് തന്നെ ആ നിലയിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഷെയ്ഖുന മടവൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട, വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവപ്പെട്ടതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയങ്ങളിലേക്കെല്ലാം വലിയ സൂചനകളും മുന്നറിയിപ്പുകളും നൽകിയ പണ്ഡിതന്മാരിൽ അത്യുന്നതരാണ് മഹാനരായ ശംസുൽ ഉലമ EK ഉസ്താദ് അവറുകൾ. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. ഒരു ശവ്വാല് 4 വെള്ളിയാഴ്ച ദുഹാ സമയത്താണ് ഷെയ്ഖുനായുടെ വഫാത്ത് സംഭവിച്ചത്. ഷറഫായ ശവ്വാല് 4 വെള്ളിയിൽ ശ്രുതിയുള്ള നേരം ളുഹായിൽ പിരിഞ്ഞോവർ അരശർ നബിയിൽ തൂഡർ ചാതമമാക്കി
63 വയസ്സിൽ മറഞ്ഞോവർ. 63 വയസ്സാണ്. ആരംഭ റസൂലുള്ളാഹിൻ്റെ വയസ്സൊത്ത് ആ രൂപത്തിലാണ് ഷെയ്ഖുന. വിലാദത്തും റബീഉൽ അവ്വൽ 12 തിങ്കളിലാണ്. വഫാത്ത് 63 പൂർത്തിയാക്കി. ശവ്വാൽ 4 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ആ വഫാത്തിൻ്റെ ദിവസം തന്നെ വലിയ വലിയ അത്ഭുതമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അഭിവന്യരായ നമ്മുടെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ ഉസ്താദിനെ ഈ സമയം ഞാൻ പ്രത്യേകം ഓർക്കും. ഷെയ്ഖുനായുടെ ആണ്ട് വരുമ്പോഴൊക്കെ പ്രത്യേകം ഓർക്കാറുണ്ട്. കാപ്പുസ്താദ് ഷെയ്ഖുനയെ പോയി കണ്ടതും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പൊട്ടച്ചിറ കോളേജിലൊക്കെ പഠിക്കുമ്പം നമ്മൾ പങ്കുവെക്കാറുണ്ട്. ആ കൂട്ടത്തിൽ അന്ന് പറഞ്ഞു, ഷെയ്ഖുന വഫാത്താകണ ദിവസം ഒരു വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞല്ലോ. ആ വെള്ളിയാഴ്ച ആ വഫാത്തിൻ്റെയൊക്കെ ആ സമയം തന്നെ മഹാനരായ ഖുതുബുൽ ആലം ഷെയ്ഖുന മടവൂര് നമ്മുടെ പെരിന്തൽമണ്ണ കാപ്പ് ഉസ്താദിൻ്റെയൊക്കെ നാടായ കാപ്പ് ജുമാഅത്ത് പള്ളി പരിസരത്ത് ഷെയ്ഖുന വന്നു എന്നാണ് ഉസ്താദ് പറഞ്ഞ ആ സംഭവം. അവിടെ ജുമാ കഴിഞ്ഞു, ഒരാൾ പള്ളിയിലുണ്ട്. അപ്പം ഒരു വിദേശിയാണെന്ന് മനസ്സിലാക്കിയപ്പം ആളുകൾ ചോദിച്ചു, എന്താണ് ഇവിടെ, നിങ്ങൾ എവിടുന്ന നാട്ട്, എന്താ കാര്യമൊക്കെ അന്വേഷിച്ചപ്പോൾ ഞാൻ CM വലിയുല്ലാഹി അബൂബക്കർ മുസ്ലിയാർ അവരെ കൂടെ വന്നതാണ്, എന്നോട് ഇവിടെ ജുമാക്ക് കൂടാൻ വേണ്ടി പറഞ്ഞു, അങ്ങനെ എന്നെ ഇവിടെ ആക്കി പോയതാണ്, ഒരുമിച്ച് ഞങ്ങൾ കാപ്പിൽ വന്നതാണ് എന്ന് ആ വ്യക്തി പറഞ്ഞു എന്നാണ്. ഈ മനുഷ്യനിത് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, അവർ വഫാത്തായി എന്നുള്ള വിവരമാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ ഷെയ്ഖുന വഫാത്തായിട്ടുള്ള വാർത്ത പരന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് കൂടെ ഷെയ്ഖുന വന്ന ആ സമയം തന്നെയാണ് ഷെയ്ഖുനയുടെ വഫാത്ത് നടക്കുന്നത്. അഭിവന്യരായ ഉസ്താദ് കാപ്പുസ്താദ് ഈ സംഭവം പറയുമ്പോൾ പലതവണ ഈ സംഭവം നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. അന്നതൊക്കെ പറയുമ്പോൾ ഉസ്താദിൻ്റെ ഒരു ശൈലി, ഈ സംഭവം കാപ്പിൽ മുത്തവാത്തിറാണെന്നാണ്. മുത്തവാത്തിറാന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്കൊക്കെ അറിയാലോ, അത്രയും മഷ്ഹൂറായി കാപ്പുകാർക്കിടയിൽ, കാപ്പിലെ ജനങ്ങൾക്ക് വെള്ളിയാഴ്ചയാണുള്ളത് സംഭവം. അപ്പം അവർക്കിടയിൽ മുത്തവാത്തിർ പോലെ പ്രസിദ്ധിയാർജിച്ച സംഭവമാണിത് എന്ന് അന്യരായ കാപ്പുസ്താദ് പറഞ്ഞിട്ടുണ്ട്. വേർപാടിന്നേരത്ത് കാപ്പിൽ അണഞ്ഞോവർ കാര്യം എന്നുസ്താദ് കാഫോർ പറഞ്ഞോവർ. ഉസ്താദ് പലതവണ പറഞ്ഞ ആ സംഭവം അത് 2 വരിയിലായി നമ്മളത് മാലയിൽ ഉൾപ്പെടുത്തിയതാണ്. ഷെയ്ഖുനായുടെ ഉറൂസ് നടക്കുന്ന ഈ മാസം കാര്യമായി നമ്മൾ മശായിഖന്മാരുമായി ബന്ധപ്പെട്ട മനാക്കിബുകളിലും സംസാരങ്ങളിലുമാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഈ മാസം ഷെയ്ഖുനയുടെ ഈ മാസം മശായിഖന്മാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ പഠിക്കുകയും അതിനെക്കുറിച്ച് നല്ല ധാരണയും നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് തരപ്പെട്ട ചില വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിൽ സൗകര്യം പോലെ ചർച്ച ചെയ്യാം. കാര്യമായും ഒരു 10 വിഷയങ്ങൾ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ മുറബിയായ ഷെയ്ഖന്മാർ അവർ ഇന്നുണ്ടോ അതോ ഏതോ കാലത്ത് മുറിഞ്ഞു പോയോ, എന്താണ് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നമ്മുടെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചതെന്താണ്, നമ്മൾ അറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ മുറബിയായ ഷെയ്ഖന്മാർ, അത്യുന്നതന്മാരായ ഷെയ്ഖന്മാർ അവർ നമ്മളെപ്പോലെ ഏതെങ്കിലും അധ്യാപകൻ്റെ അടുത്ത് പോയി ഇപ്പോൾ മീസാൻ ഫാലൊക്കെ തുടങ്ങി പിന്നെ കുറച്ച് അജിനാസ് അങ്ങനെ എന്തെങ്കിലും കിതാബൊക്കെ ഓതി പഠിക്കൽ അവരുടെ ഹക്ക് നിർബന്ധമാണോ, അങ്ങനെയുള്ളവരാകണോ, അല്ലാത്തവരുടെ അവസ്ഥ എന്താണ്? ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഉമ്മിയായ ഷെയ്ഖന്മാർ കിതാബുകൾ കാണാൻ ചർച്ച. ആരാണ് ഈ ഉമ്മിയായ ഷെയ്ഖന്മാർ? ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി അവരുടെ കിതാബിൽ പറയുന്നുണ്ട്, എൻ്റെ ഷെയ്ഖ് ഉമ്മിയായിരുന്നു. അങ്ങനെ എന്താണ് ഈ ഉമ്മിയായ ഷെയ്ഖന്മാർ? ഉമ്മിയായ ഷെയ്ഖന്മാരിൽ എണ്ണപ്പെട്ട അത്യുന്നതന്മാരായ പലരുടെ ചരിത്രമടക്കം നമ്മൾക്ക് ആ കാര്യം ചർച്ച ചെയ്യാം. ഉന്നതന്മാരായ മശായിഖന്മാർ, ആരംഭ റസൂലുള്ളാഹിൻ്റെ കദമിൽ വരുന്ന എല്ലാ വലികളും ഓരോ നബി വശി, ഞാൻ എൻ്റെ സീബാവ കാൽവശി എന്നവർ എന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞല്ലോ. ഇങ്ങനെ വലിയ വലിയ അഖതാബീങ്ങളായ മഹാന്മാരായ മശായിഖന്മാർ അവർ നമ്മളെപ്പോലെ ഒരു പണ്ഡിതനെ തക്ലീദ് ചെയ്ത് ജീവിക്കേണ്ടവരാണോ? അല്ലേ? അവർ മുക്കല്ലീദുകളാണോ? അവർ ഷാഫി, ഹനഫി, ഹംബലി, മാലിക് ഇങ്ങനെ ഒരു മദ്ഹബിൻ്റെ ഇമാമിനെ തക്ലീദ് ചെയ്യുന്നവരാണോ അവർ? അതോ അവരുടെ അവസ്ഥ അതിൻ്റെയും മീതയാണോ? തക്ലീദ് ആവശ്യമാകുന്നത് ആർക്ക്? ആ കാര്യങ്ങളെക്കുറിച്ച് ശരിയായൊരു ചർച്ച നമുക്ക് നടത്തേണ്ടതുണ്ട്. അവരുടെ ശരീഅത്ത് അത് മറ്റൊരു വിഷയമാണ്. അവർക്ക് പ്രത്യേകമായ ഖാസായ ഒരു ശരീഅത്തുണ്ടോ ഇല്ലേ? ശരീഅത്തിൽ അധിഷ്ഠിതമായിട്ടല്ലേ മശായിഖന്മാരൊക്കെ ഉണ്ടാകാൻ പാടും, അത് സംശയമില്ല. പക്ഷെ ആ ശരീഅത്ത് എന്താണ് എന്ന് ഉൾക്കൊള്ളുന്നിടത്ത് പലപ്പോഴും പല ആളുകൾക്കും പാകപ്പിഴവ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മശായിഖന്മാരുടെ ശരീഅത്ത് എന്ത്, നമ്മൾ പറയുന്ന ശരീഅത്തിൻ്റെ അവസ്ഥ എന്ത്, ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, ആറാമതായി അവരെ വിശ്വസിക്കലാണ്. അള്ളാഹിൻ്റെ ഔലിയാക്കളെ വിശ്വസിക്കേണ്ടതുണ്ടോ? ചില ആളുകൾ ചോദിക്കുമല്ലോ, മുഹമ്മദ് ഷെയ്ഖിനെ ഇപ്പോൾ വിശ്വസിക്കേണ്ടതുണ്ടോ നമ്മൾ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നിലപാടെന്ത്?
അതിനൊക്കെ ചുരുങ്ങിയ മറുപടി നമ്മുടെ സമസ്തയ്ക്ക് ഉണ്ടാക്കപ്പെട്ട പശ്ചാത്തലം പഠിച്ചാൽ മതിയാകും. എന്തായാലും അവരെ വിശ്വസിക്കൽ അത് ഗൗരവപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതാണ്. ഏഴാമതായി മറ്റൊന്നാണ് മശായിഖന്മാരെ അളന്നു നോക്കുക. പല ആളുകളും പറയും ഷെയ്ഖ മറ്റൊന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവരെ അളന്നു നോക്കണം. ആ അളവുകോലിപ്പം ഏത് സാധാരണക്കാരനും ഷെയ്ഖന്മാരായി പറയപ്പെടുന്ന ആരെയും അളക്കുക എന്ന രൂപത്തിലേക്ക് വരെ കാര്യങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ അളവ്? ആരാണിത് അളക്കേണ്ടത്? എന്താണ് അളവുകോല്? ഇത് ഈ വിഷയത്തിൽ ചർച്ചയാക്കപ്പെടേണ്ടതാണ്. മറ്റൊന്ന്, നമ്മുടെ പണ്ഡിതന്മാരുടെ മാതൃകാ വഴി എന്താണ്? നമ്മുടെ മുൻഗാമികളായിട്ടുള്ള മശായിഖന്മാരൊക്കെ ഷെയ്ഖന്മാരോട് അവർക്കുള്ള ബന്ധം എന്തായിരുന്നു? അവരുമായിട്ടുള്ള സ്വഹബത്ത് എന്തായിരുന്നു? ഇത് നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ മുതൽ നമ്മുടെ ഈ കാലത്ത് വരെയുള്ള ഉന്നതന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ വഴി എന്തായിരുന്നു? ഇത് നമ്മൾ പഠിക്കണം, അറിയണം. അതാണ് സ്വീകരിക്കേണ്ട വഴി. അതുകൊണ്ട് തന്നെ അതും നമുക്ക് ചർച്ച ചെയ്യാം. മറ്റൊന്ന്, അള്ളാഹിൻ്റെ മശായിഖന്മാരെ നിഷേധിച്ചാൽ, ഇൻകാർ ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്തെന്ത്? മഹാന്മാരായ പണ്ഡിതന്മാർ ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ്, മശായിഖന്മാരെ നിഷേധിച്ചാൽ സൂഉൽ ഖാത്തിമത്താണ്, ദുഷിച്ച അന്ത്യം സംഭവിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞതും അതിൻ്റെ ഗൗരവങ്ങളും മുഅ്മിനീങ്ങൾ വിശ്വാസികൾ അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഷവ്വാലിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതെല്ലാം മനസ്സിലാക്കി നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള പണ്ഡിതന്മാർ മശായിഖന്മാരോടൊക്കെ ബന്ധം സ്ഥാപിച്ചതുപോലെ, അവരെ സ്നേഹിച്ചതുപോലെ ആ വഴിയിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഷെയ്ഖുന മടവൂര് ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, ആ വാക്ക്, ആ നാമം കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കുളിരാണ്. അത്രയും സന്തോഷത്തിൻ്റെ അവസ്ഥകളാണ് ഷെയ്ഖുന നമുക്ക് നൽകിയിട്ടുള്ളത്. അവിടുത്തെ മദതും നോട്ടവും നമുക്കും നമ്മുടെ അഹ്ലിനും നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെയും ഷെയ്ഖുനായുടെ തിരുനോട്ടം ഉണ്ടാകട്ടെ. ആമീൻ.